ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ നടന്മാരായ ഇടവേള ബാബു, സുധീഷ്, സംവിധായകൻ ഹരികുമാർ തുടങ്ങിയവർക്കെതിരെ ആരോപണവുമായി ജൂനിയർ ആർട്ടിസ്റ്റ് ജുബിത ആർഡി രംഗത്ത് വന്നിരുന്നു. ഇവർ പോലീസിലും പരാതി നൽകുമെന്നാണ് സൂചന. എന്നാൽ തനിക്കെതിരായ ആരോപണം നടൻ സുധീഷ് നിഷേധിച്ചു. ഹരികുമാർ, സുധീഷ് എന്നിവരിൽ നിന്നും മോശം പെരുമാറ്റം ഉണ്ടായി എന്നാണ് ജുബിത പറഞ്ഞത്. ഹരികുമാറിന്റെ സിനിമയിൽ അഭിനയിച്ച് തൊട്ടടുത്ത ദിവസം വരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഞാനത് നിഷേധിച്ചു. ഏതൊരു ലൊക്കേഷനിൽ പോയാലും കുറച്ച് സമയത്തിനുള്ളിൽ അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് പറയും. അഡ്ജസ്റ്റ് ചെയ്തുള്ള അവസരങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ അവസരങ്ങളില്ല. ഒരുമിച്ച് യാത്ര ചെയ്യാം, ടൂർ പോകാം എന്നൊക്കെയാണ് സുധീഷ് പറഞ്ഞത്, ജുബിത പറയുന്നു. എന്നാൽ മോശമായി പെരുമാറിയെന്ന് ജുബിത എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്നും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും സുധീഷ് പറയുന്നു. ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ്, മാനം നഷ്ടപ്പെടുന്ന കാര്യമാണ്, നിയമ നടപടികളുമായി മുന്നോട്ടു പോകണമെന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നുണ്ട്, സുധീഷ് പറഞ്ഞു. സുധീഷ് നന്നായി കളവ് പറയുന്ന വ്യക്തിയാണ് എന്നാണ് തനിക്ക് മനസ്സിലാകുന്നതെന്ന് ജുബിത പിന്നീട് പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. സുധീഷിനെ കുറിച്ച് ഇല്ലാത്ത കാര്യമല്ല പറഞ്ഞത്. തൻ്റെ മനസ്സ് വേദനിച്ചതുകൊണ്ടാണ് ഇപ്പോഴും ഓർത്തിരിക്കുന്നത്. തനിക്ക് കളവ് പറഞ്ഞ് ഒന്നും നേടാനില്ല. താനിത് ആദ്യമായല്ല പുറത്ത് പറയുന്നത്. പേര് പറയാൻ തനിക്ക് ഭയക്കേണ്ട ആവശ്യമില്ലെന്നും ജുബിത പറഞ്ഞു. ഇടവേള ബാബു അമ്മയിൽ അംഗത്വ ഫീസിന് പകരം അഡ്ജസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടുവെന്ന് ജുബിത പറഞ്ഞു. അമ്മയിൽ അംഗത്വ ഫീസിന് പകരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. 2 ലക്ഷത്തിന് പകരം അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അഡ്ജസ്റ്റ് ചെയ്താൽ 2 ലക്ഷം വേണ്ട, അവസരവും കിട്ടും എന്ന് പറഞ്ഞു. അഡ്ജസ്റ്റ് ചെയ്താൽ സിനിമയിൽ ഉയരുമെന്നും ഉപദേശിച്ചുവെന്നാണ് ആരോപണം. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോക്സോ കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടും പരാതി. അൽത്തിയ സ്ത്രീ കൂട്ടായ്മയ്ക്ക് വേണ്ടി സാമൂഹിക പ്രവർത്തക പി ഉഷയാണ് ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയത്. റിപ്പോർട്ടിലെ 41-ാം പേജിലെ 82-ാം ഖണ്ഡികയിലെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയിരിക്കുന്നത്. പോക്സോ നിയമപ്രകാരം കേസെടുക്കാവുന്ന ചില കുറ്റകൃത്യങ്ങൾ ഉണ്ടെന്ന് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതിയെന്ന് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കി. 82-ാം ഖണ്ഡികയുടെ തുടക്കത്തിൽ തന്നെ പെൺകുട്ടികൾ, സ്ത്രീകൾ എന്ന് കമ്മിറ്റി തന്നെ പ്രത്യേകം വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും ഇതാണ് പോക്സോ സംബന്ധിച്ച് പരാതി നൽകാൻ കാരണമെന്നും പി ഉഷ പറഞ്ഞു. പോക്സോ ആക്ടിന്റെ 19(1) വകുപ്പ് പ്രകാരം ഇത്തരത്തിൽ ഒരു വിവരം കിട്ടിയാൽ അത് പോലീസിനെ അറിയിക്കേണ്ടതാണ്. അതിനാൽ കമ്മിറ്റി റിപ്പോർട്ടിലെ വസ്തുതകൾ പരിശോധിച്ച് ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ സ്വകാര്യത പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് പൂർണ്ണമായും സൗകര്യപ്രദമായ രീതിയിൽ പോക്സോ നിയമപ്രകാരമുള്ള നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. അതിക്രമം നേരിട്ട കുട്ടി തന്നെ പരാതിപ്പെടണമെന്ന് നിയമത്തിലില്ലെന്ന് പി ഉഷ പറഞ്ഞു. ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ഹേമയുടെ മുമ്പിൽ കൊടുത്ത മൊഴിക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ കൊടുക്കുന്ന മൊഴിയുടെ സാധുതയുണ്ട്. മറ്റ് തെളിവുകൾ ആവശ്യമില്ല. ബോധ്യപ്പെടുന്നു എന്നിങ്ങനെയാണ് റിപ്പോർട്ടിലെ ഭാഷ. കുട്ടികൾ ഉപദ്രവിക്കപ്പെട്ടിരിക്കുകയാണെന്ന് ഇതിലൂടെ വ്യക്തമാണ്. അത് പരിശോധിക്കപ്പെടണമെന്നാണ് ആവശ്യമെന്നും അവർ കൂട്ടിച്ചേർത്തു.